നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളോ? ഗിരിജ മാഡത്തിന്റെ മകൾ ശ്രേയയാണോ ഇപ്പൊ വിളിച്ചത്? പവിത്രൻ സാറിന്റെ കാര്യമാണ് അപ്പൊ ഫോണിൽ പറഞ്ഞത്. ഈ മരുവത്തൂരിലെ കുട്ടിയാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പവിത്രൻ സാറും ഗിരിജ മാഡവും നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരല്ലേ, പറയണ്ടേ? അതിന് സാറാ ഫോൺ എടുത്തെന്ന് അറിഞ്ഞില്ലല്ലോ. ഓക്കെ ഓക്കെ, ആ കുട്ടിയുടെ കംപ്ലൈന്റ് ഒന്ന് എഴുതിയെടുത്തു. ഓക്കെ സാർ. പോലീസ് തൊട്ട് അത്രയ്ക്ക് പരിചയമില്ലാത്തവരാ, പേര് കേട്ട തറവാട്ടുകാരാ. ഞാൻ ആദ്യം ഐസിയുയിൽ പോയി. നിങ്ങളുടെ കോൾ എൻ്റെ ഒഫീഷ്യൽ ഫോണിലേക്ക് വന്നത് 3:31. പക്ഷേ ഐസിയുയിലെ ഡോക്ടർ പറഞ്ഞത് 1 മണിക്ക് റൂമിലേക്ക് മാറ്റിയെന്നാണല്ലോ. ഇപ്പം എല്ലാ സ്റ്റേഷനിലും കോൾ റെക്കോർഡ് ചെയ്യുമെന്നറിയില്ലേ? അപ്പം തന്നെ അത് കണ്ടോൺമെന്റിലേക്ക് മെയിലായിട്ട് പോവുകയും ചെയ്യും. സർ, നിഖിൽ എന്നാണ് അവന്റെ പേര്. ഞാൻ ദർശനയുടെ അങ്കിളാണെന്നൊന്നും കരുതണ്ട. ഞാൻ അന്നും ഇന്നും നിഷ്പക്ഷനായി നീതിക്കും നിയമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരാളാ. പിന്നെ എൻ്റെ സഹപ്രവർത്തകനായ നകുലൻ സാറിൻ്റെ മകളെന്ന നിലയിൽ ദർശനയ്ക്ക് ചില ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിയമവ്യവസ്ഥകൾ പാലിച്ച് മാത്രം. ഇനി പറയൂ, എന്താ നടന്നത്? അത് പവിയേട്ടൻ നിഖിലുമായി വീട്ടിൽ വഴക്കുണ്ടായി. ബാംഗ്ലൂരില് അവന്റെ ദുഷിച്ച കൂട്ടുകെട്ടിനെ കുറിച്ച് വഴക്ക് പറഞ്ഞതിന്റെ പേരില അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുവായത്. അതിനിടയ്ക്ക് ഗ്ലാസിന്റെ ടംബ്ലർ താഴെ വീണ് പൊട്ടി. അതിന്ന് ഒരു വലിയ പീസ് എടുത്ത് പവിയേട്ടന്റെ നെഞ്ചത്ത് കുത്തി. കൊല്ലാനാ നോക്കിയത് സാറ്. പക്ഷേ നെഞ്ചത്ത് കൊള്ളേണ്ട കുത്ത് അല്പം താഴോട്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. നോക്ക് സർ, 24 മണിക്കൂർ ഐസിയുയില് മരണത്തോട് മല്ലടിച്ചിട്ട് ദേ കൊണ്ട് കിടത്തിയിരിക്കുന്നു, പെട്ടിയിട്ട വാഴ പോലെ. ഇതുവരെ ബോധം തെളിഞ്ഞതുപോലുമില്ല. സാറ് നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നെന്നല്ലേ പറഞ്ഞത്? വധശ്രമത്തിന് കേസ് എടുക്കണം സർ. അവൻ അറസ്റ്റ് ചെയ്ത് ഒക്കുമെങ്കിൽ ഒരു ജീവപര്യന്തമെങ്കിലും വാങ്ങിക്കൊടുക്കണം സർ. അതൊക്കെ കോടതിയല്ലേ തീരുമാനിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതുമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. ഡോക്ടറുടെ മൊഴി, പിന്നെ ശ്രേയ എഴുതിയ കംപ്ലൈൻറ്റ്, നിങ്ങൾ പറഞ്ഞതെല്ലാം തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടല്ലോ ഗിരിജയെ. ആ മുറി ഒന്ന് കണ്ടേ. പിന്നെ കുപ്പിച്ചില് കൊണ്ട് കയറിയതും വലിയ പീസെടുത്ത് കുത്തിയതും ഒന്നാകുന്നത് എങ്ങനെയാ? പവിത്രനാകെ ചെറിയ മുറിവുകളാണുള്ളത്. ഏതായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. പവിത്രൻ സാറിന് ബോധം വരുമ്പോൾ ഇൻഫോം ചെയ്യുക. ഈ മരുവത്തൂർ വെച്ചല്ലേ സംഭവം നടന്നത്? സംഭവത്തിന് സാക്ഷികളുണ്ടല്ലോ? ഇല്ല സർ, ഞാനും മോളുവേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രേയ ഈ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നത് ദർശനയും രൂപേഷും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലേ അല്ലേ ശ്രേയേ?
എനിവേ ഞങ്ങളൊന്ന് അന്വേഷിക്കാം. മോളെ, അച്ഛന് ബോധം വരുമ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ. പ്രായവും പക്വതയൊക്കെ ആയില്ലേ, ഇനിയെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഡി, നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്? നടന്ന കാര്യങ്ങൾ മാത്രം. വധശ്രമെന്ന് പറഞ്ഞില്ലേ? ആ, പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ കാണായിരുന്നു. അയാൾ എന്നെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയേനെ. അമ്മ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? കുത്തിയ മുറിവല്ല, കുപ്പിച്ചില് കൊണ്ട മുറിവാണെന്ന്. അല്ലെങ്കിലും ആ ദർശനയുടെ ആളോ അയാള്? അണ്ണാൻ ചകിരി കടിച്ച് പിടിച്ച പോലെ അയാളുടെ ഒരു മീശയും. കംപ്ലൈന്റ് കൊടുത്തത് വെറുതെ ആയല്ലോ. ഓ, ഈ ഗിരിജയ്ക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലേ? ഇപ്പോഴും പഴയതുപോലെ ദർശനയ്ക്കെതിരെയുള്ള കളികൾ തുടരുകയാണല്ലേ? എന്നെ ശ്രേയ വിളിച്ച് സംസാരിച്ചപ്പോ അത് ഗിരിജയുടെ മോളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ നിഖിലിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴല്ലേ അവിടെ കിടക്കുന്നത് പവിത്രനാണെന്നും ഗിരിജയാണ് കൂട്ടിരിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, പ്രതിസ്ഥാനത്ത് ദർശനമല്ലല്ലോ. പ്രതി ഞാനല്ലെങ്കിലും നിഖിലിനെതിരെ തന്നിരിക്കുന്നത് കള്ളപ്പരാതിയാ. അതെനിക്ക് പരാതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കുപ്പിച്ചില്ല് കൊണ്ടു മുറിഞ്ഞതിന് കുപ്പി പൊട്ടിച്ചു കുത്തിക്കയറ്റിന്ന് എഴുതി വെച്ചാ പിന്നെ എന്തു ചെയ്യും? ഡോക്ടറെ കണ്ടപ്പോൾ സത്യം കൂടുതൽ വ്യക്തമായി.